അപ്പോൾ നമുക്ക് വീണ്ടും ആരംഭിക്കാം. നമ്മൾ ഇന്നത്തെ ഒരു എൻ്റെ വേഷത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് പോലീസ് വേഷങ്ങൾ. ഈ പോലീസ് വേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വേഷം തന്നെയാണ്. അതിപ്പോൾ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു പോലീസ് വേഷം ചെയ്തത് കാതിലൊരു കിന്നാരം എന്ന് പറഞ്ഞ മോഹൻ കുപ്ലേരി സാറിൻ്റെ പടത്തിലാണ്. അന്ന് ഞാൻ സിനിമയിൽ ഒരു ചെറിയൊരു വേഷം എന്ന് പറഞ്ഞ് വിളിച്ചത് തന്നെ. അന്ന് അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ അതായത് ആ സീനിൽ കോമ്പിനേഷനായിട്ട് ഉണ്ടായിരുന്നത് ജഗതി ചേട്ടൻ, ഹരിശ്രീ അശോകൻ ചേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. അതിലൊരു സീനിൽ ഞാനിങ്ങനെ ജഗതി ചേട്ടനെ പിടിക്കണ സീനുണ്ട്. ഞാൻ പിടിച്ചപ്പോൾ ജഗതി ചേട്ടൻ്റെ ഈ നെഞ്ചത്തെ മുടി അടക്കം കൂട്ടി പിടിച്ചു. അപ്പോൾ അമ്പിളിച്ചേട്ടൻ പറഞ്ഞു, അനിയ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആക്രാന്തം കാണിച്ച് മനുഷ്യനെ നെഞ്ച് പൊളിക്കല്ലേ, മോനെ പതുക്കെ അഭിനയിച്ചാൽ മതി, എന്തിനാ ധൃതി കൂട്ടണേ. ഞാൻ പറഞ്ഞു, ചേട്ടൻ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നതാണ്, കുഴപ്പമില്ല, നന്നായി ചെയ്യുന്നുണ്ടല്ലോ, മര്യാദയ്ക്ക് അഭിനയിച്ചാൽ മതി കേട്ടോ. അതാണ് ഒരു പോലീസിൻ്റെ ആദ്യത്തെ അനുഭവം. അത് കഴിഞ്ഞ് പിന്നെ സിനിമയിലൊക്കെ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് വേഷം എന്ന് പറയുന്നത് കെ മധുസാറിൻ്റെ പടത്തിലും ഒരു പോലീസിൻ്റെ വേഷമായിരുന്നു. അതൊരു കോൺസ്റ്റബിളിൻ്റെ വേഷമായിരുന്നു. അങ്ങനെ ഒരേ കാറ്റഗറി കയറി കിട്ടി അങ്ങനെ ഒരു നല്ല ശക്തമായിട്ടുള്ളൊരു കഥാപാത്രം കിട്ടി. ബെൻ ജോൺസൺ, അനിൽ സി മേനോൻ, ടി എ റസാക്ക്, പിന്നെ മില്ലൻ ജലീലിക്ക, ഈ ടീമിൻ്റെ. ഈ ബെൻ ജോൺസൺ എന്ന് പേരിടാൻ കാരണം തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഐറ്റം കാണിക്കുമായിരുന്നു, ബെൻ ജോൺസൺ സ്ലോ മോഷനിൽ ഓടുന്ന ഐറ്റം. അതെൻ്റെ ഒരു മാസ്റ്റർ പീസായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാനും അനിൽ സി മേനോനും ടി എ ഷാഹിദും കൂടിയിട്ട് മെറീന ബീച്ച്, അതായത് മദ്രാസിലെ ഒരു ബീച്ച്, അന്ന് സുനാമി അവിടെ വന്നിട്ടില്ല. അന്ന് സുനാമി ഉണ്ടായിരുന്നു ചിലപ്പോൾ ഈ പറഞ്ഞ 3 പേരുണ്ടാവില്ലായിരുന്നു. ആ സമയത്ത് അവിടെ ഇരുന്നിട്ടാണ് ഇങ്ങനൊരു കഥയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതും. എൻ്റെ മാനേജറായ ജോബി ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു ബെൻ ജോൺസൺ അവിടെ വരുന്നത്. അത് കഴിഞ്ഞ് പടം ഷൂട്ടിങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിൽ വളരെ മനോഹരമായ ഡയലോഗ്സും പിന്നെ എന്താ പറയുക, ഓരോ ഡയലോഗുകൾ ഞാൻ ഇപ്പോൾ ഓർക്കണ്ടേ. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് ബാബുച്ചേട്ടൻ്റെ കലാശാല ബാബുച്ചേട്ടൻ്റെ മകനെ നെഞ്ചത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, എന്നെ ഇരട്ടക്കോലിൽ തോക്ക് ചൂണ്ടുമ്പോൾ പറയണ്ടേ, ഞാൻ ഒറ്റയ്ക്കോട് ചേച്ചി ഇവിടം വരെ എത്തി എൻ്റെ നെഞ്ചത്ത് ഇരട്ടക്കോലിൽ തോക്ക് ചൂണ്ടി ഉന്നം പിടിക്കാൻ നീ ഇത്രയും കാലം കൊണ്ട് പുത്തിരിച്ചോറ് പോരാ, ഈ ഉള്ളംകൈ ഒന്ന് ചുരുട്ടി പിടിച്ച് നിന്റെ അടിവയറ് നോക്കിയിട്ട് താങ്ങിയാണ്ടല്ല, പിന്നെ നിന്റെ കെട്ടിലമ്മയ്ക്ക് തൊട്ടിൽ കെട്ടി താരാട്ടുപാടി കാണാൻ ഒരു കുഞ്ഞിക്കാലുണ്ടായി കാണാൻ എത്ര പുത്രകാമശിയാമെന്ന് അർത്ഥത്തിൽ മതിയാവില്ല. അങ്ങനെ ഒരു കുടുംബാസത്രം വേണോ? നമുക്ക് ആ സീനൊന്ന് കാണാം. പോലീസ് വേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പോലീസ് ഓഫീസേഴ്സായിട്ട് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. കുറേ ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു പോലീസിൻ്റെ ആരാധകനാണ്. എനിക്ക് പോലീസിൽ ചേരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സാഹചര്യം ഒത്തില്ല, അതിനുള്ള ഒരു ഒന്നും നടന്നില്ല. കാരണം പഠിപ്പും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചൊക്കെ നിർത്തി മിമിക്രിയിലേക്കും പോന്നു. പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കലും കാര്യങ്ങളും എല്ലാം കൂടിയായപ്പോൾ നമുക്ക് പഠിപ്പിനുള്ള സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും കലാഭവൻ മണിയും ഒരു പോലീസ് ആയിട്ട് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നേനെ. അപ്പോൾ അതും കിട്ടിയില്ല. സിനിമയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ പോലീസ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ മറ്റേ ലോക്കപ്പിൻ്റെ ഉള്ളിലും ഇരിക്കേണ്ട വന്ന ഒരാളായി മാറിയാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ വേഷങ്ങളും പോലീസിൽ ചേർന്നില്ലെങ്കിലും പോലീസിൻ്റെ വേഷം ചെയ്യാനുള്ള അനുഗ്രഹം സർവേശ്വരനും നിങ്ങളെല്ലാവരും കൂടി എനിക്ക് ഈ സാഹചര്യം ഒരുക്കി തന്നു. ചാലക്കുടി പോലീസ് സ്റ്റേഷനായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ. കാരണം പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ എന്താ പറയുക, ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഷർട്ട് അയൺ ചെയ്ത് കൊടുക്കുകയും പാൻസ് അയൺ ചെയ്ത് കൊടുക്കുകയും അവിടെ അടിച്ചുവാറൽ പരിപാടി വരെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോലീസ് ജീപ്പ് കഴുകി കൊടുക്കുക. അതൊക്കെ വലിയ ഹരമായിരുന്നു എനിക്ക്. അത്തരത്തിലുള്ളൊരു അവിടെ ഒരു മുജാഹിർ സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പിന്നെ സുദർശനൻ, വാഹിദ്, അവരൊക്കെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ചാലക്കുടിയെ നന്നാക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ച ഉദ്യോഗസ്ഥന്മാരാണ്. അതിൽ തോമസ് സാറ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. ഇവരൊക്കെ അതിൽ മിക്ക ആൾക്കാർ വേഷം മാറി വരുന്ന ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്. ഒരു രാത്രിയാകുമ്പോൾ ചാലക്കുടി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്ന് നിൽക്കുകയും അവിടെ വന്നിട്ട് വേഷം മാറി ഓട്ടോറിക്ഷക്കാരെ പിടിക്കുക, അവരെ പിടിക്കുക, ഓരോരുത്തരെ പിടിക്കുക. ഓട്ടോറിക്ഷയിലാണ് കയറി പോകുന്ന ആൾക്കാർ ആരാന്ന് അറിയാൻ പറ്റില്ലല്ലോ. അത് അതിനകത്തിരിക്കുന്നത് സത്യസന്ധനാണോ, നല്ലവനാണോ, കളവിന് വന്നവനാണോ എന്താണെന്നറിയാൻ പറ്റില്ല. അതൊക്കെ കണ്ടിട്ട് എനിക്കൊരു മനസ്സിലൊരു ആഗ്രഹം തോന്നിയിട്ട് ഒരു പടത്തിൽ, രാവണൻ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് ഞാൻ ചെയ്തിരുന്നു. രാവണനിൽ വേഷം മാറി വരുന്ന ഒരു രംഗം നമുക്ക് കാണാം. അപ്പോൾ രാവണനിൽ 1-2 രംഗങ്ങളിൽ നമ്മൾ വേഷം മാറി വരുന്നുണ്ട്. അതിൽ പല രീതിയിലാണ് വരുന്നത്. ഈ വേഷം മാറുന്നതിനെ പറ്റിയിട്ട് പറയുമ്പോൾ അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് 10,000-70,000 അല്ലെങ്കിൽ ഒരു 2 ലക്ഷം മുടക്കിയിട്ട് നമ്മൾ മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ചെയ്തൊരു വേഷം മാറലല്ല. വേഷം മാറുന്നതിൽ ഏറ്റവും മിടുക്കൻ കമലഹാസൻ സാറാണ്. നമുക്കൊന്നും അതിൻ്റെ 7,000 പോകാൻ പറ്റില്ല. നമുക്ക്
ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിലുള്ളൊരു ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് ഞാൻ ആ പടത്തിൽ ചെറിയൊരു വേഷം മാറൽ മാറ്റം നടത്തിയിട്ടുള്ളൂ. എന്തായാലും ആ 1-2 വേഷം മാറൽ ഏതാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവെക്കാം. എന്താണ് മനുഷ്യൻ പേപ്പർ വായിച്ചാൽ മനുഷ്യൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും. ആന അടഞ്ഞു, ആന കുത്തി, അങ്ങോട്ട് ഓടിച്ചു. ഞാനിപ്പോൾ ചാലക്കുടിയിലൊരു കണ്ണമ്പഴ അമ്പലം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തി. ഉത്സവത്തിന് 5 ആന ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടിയാണ്. ഇന്നിപ്പോൾ ഇത് പേപ്പറിലുണ്ട്, എന്നുണ്ട്. ഒരു സൈഡിൽ തിരിഞ്ഞു നിന്നിട്ട് ആന നിൽക്കണം, ഒരു പനമട്ടം പിടിച്ചിട്ട് ഒരൊറ്റ ആളും കൂടെ അടുക്കണ്ട വിട്ടോളാൻ പറഞ്ഞിട്ട്. ആന അടഞ്ഞിട്ട് എന്നിട്ട് ആന അവിടെ ക്ഷേത്രം ചെല്ലുന്നത് വരെ ഞാൻ ഓരോ വീടിൻ്റെ മുമ്പിൽ നിന്നും ചാലക്കുടിയിൽ ഓരോ വീട്ടുകാരുടെ മുമ്പിൽ നിന്നും പൈപ്പ് കടിച്ച് ഓസ് വെച്ചിട്ട് വിറ്റുള്ള നെറ്റിയിലും തലയിലൊക്കെ അടിച്ച് കാലിലൊക്കെ നനപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് തണ്ണീർമത്തം കൊടുത്ത് പാപ്പാമാരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി, ആനയെ എന്തെങ്കിലും ചെയ്താൽ ഇവിടെ ആന അല്ല അടയാ, ഞാൻ അടയാന്ന് പറഞ്ഞാൽ. കാരണം ഇവരുടെ സമാധാനമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ തന്നെ അതേ ഇന്നത്തെ പേപ്പറിലുണ്ട് ആന അടഞ്ഞ കാര്യങ്ങൾ. ഞാൻ ആലോചിക്കാം, ഒരു ആനപ്പാപ്പൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചോദിച്ചു, ചേട്ടാ ചേട്ടൻ്റെ ഈ നെറ്റി എന്തെങ്ങനെ പൊട്ടിയിരിക്കണേ? അപ്പോൾ ആൾ പറഞ്ഞു, അതൊക്കെ തമാശ. അല്ല, എന്താ കാരണം? ഞാൻ ഈ ആനേനെ കൊണ്ട് അമ്പലത്തിൽ എഴുന്നള്ളിക്കാൻ പോകുമ്പോൾ ഞാൻ ഈ ആനയുടെ കാലിൻ്റെ അവിടെ തന്നെ കിടക്കുള്ളൂ. കാരണം ആനയ്ക്കൊരു ധൈര്യം ആയിക്കോട്ടെ, ആനയ്ക്ക് ധൈര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുള്ളി ഞാൻ ഈ കാലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കും. 1-2 ഞാൻ അടിക്കും, ഇതിലായിക്കോട്ടെ. അപ്പം ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഈ ആനയുടെ കാലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോയി. എഴുന്നള്ളിപ്പല്ലേ, ഉറങ്ങിപ്പോയി. ഞാൻ അങ്ങനെ ആനയുടെ കാലിൻ്റെ അവിടെ വീണു കഴിഞ്ഞപ്പോൾ അവിടെ മൊത്തം ഈ പൊടിമണ്ണാ. ഈ പൊടിമണ്ണിൽ കിടന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോൾ ആന കണ്ടു. എൻ്റെ ദേഹത്ത് മൊത്തം പൊടി. എൻ്റെ ദേഹത്ത് പൊടിയായത് എൻ്റെ കുട്ടികൃഷ്ണന് ഇഷ്ടമായിട്ടില്ലെന്നേ. അങ്ങനെ എന്ത് ചെയ്തു, ആന പൊടി കളയാൻ വേണ്ടിയിട്ട് എൻ്റെ കാലിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് അവിടെ ശനിയോടെ അങ്ങനെ മറ്റേ നാളികേരം ഉടയ്ക്കണ കല്ലുണ്ട്, ആ കല്ലുമ്മ ഒരു 3 കൊട്ട്. ആ 3 കൊട്ടിൽ ഇങ്ങനെ പൊട്ടിയതാ, അല്ലാണ്ട് പറഞ്ഞല്ല ആനയുടെ സ്നേഹം. അങ്ങനെ അടയണ ആനകളുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഈ പേപ്പർ വായിച്ചപ്പോൾ ആനനെ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഇനി വേഷം മാറി വരുന്നതിന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചാക്കോ രണ്ടാമൻ. അതിൽ 3 വേഷമാണ്. ഒന്ന് അപ്പൻ, പിന്നെ അപ്പൻ്റെ മോൻ, പിന്നെ അതിൽ വേറെ അപ്പൻ്റെ മോൻ. അങ്ങനെ 3 അപ്പൻ, മുത്തച്ഛൻ, അപ്പൻ, മകൻ, അങ്ങനെ 3 ക്യാരക്ടറാണ് അതിനകത്ത് ചെയ്തത്. അതിനകത്ത് വയസ്സായിട്ടുള്ളൊരു വേഷം വളരെ രസമായിട്ടുള്ള വേഷമായിരുന്നു. അതിനകത്തൊരു മൂക്കിനൊക്കെ കുറച്ച് ചേഞ്ചൊക്കെ വരുത്തി. പിന്നെ അതുകൂടാണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അതിനകത്ത് ഒരു പൊട്ടനായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. അയാളൊരു ശുദ്ധൻ. അതിനകത്ത് ഒരു സീൻ കാണണം നിങ്ങൾ, അതൊറ്റ ഷോട്ടിലെടുത്തേക്കണത്. മണൽ വന്നിട്ട് എൻ്റെ ദേഹത്ത് സൈക്കിളിൽ അങ്ങനെ തന്നെ മൂടിയിട്ടിട്ട് പിറ്റേ ദിവസം മരിച്ച് കിടക്കണ കാണണം അതിൽ. ആ ഒരു സീൻ എനിക്ക് പടത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ്. ഈ മൂക്കിന് നീളം കൂടിയാലും വലിയ പ്രശ്നമുണ്ടാ. വേൽ എന്ന് പറഞ്ഞ പടത്തിൽ നാസർ സാറിന് അസിസ്റ്റൻറ്റ് ചായ കൊണ്ടുകൊടുത്തു. നാസർ സാറിൻ്റെ മൂക്കെന്ന് വെച്ചാൽ ഭയങ്കര നീളമാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിനേക്കാൾ ഇത്രയുള്ള ഗ്ലാസ്സിൽ നല്ല വെട്ടിത്തിളച്ച കട്ടൻ ചായ അത് കൊണ്ടുകൊടുത്ത് സാറ് ശരി ഓക്കെ അപ്പോൾ അപ്പണ്ടോ പറവല്ല ഓക്കെ റൈറ്റ്. ഈ മൂക്ക് മറ്റേ ഈ കട്ടൻ ചായയിൽ ചൂടുള്ളതിൽ മുക്കിയിട്ട് വെന്ത് പൊള്ളി. അങ്ങനെ ഒരു അനുഭവം ആ മൂക്കിനുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. ഞാനും ഇതേമാതിരി ചായ കുടിക്കുമ്പോൾ ഇവിടെ പൊള്ളയാണ്. ഇത് കുടിക്കുമ്പോൾ ഇതിനകത്ത് എപ്പോഴും ഒരു ഇച്ചിരി കട്ടൻ ചായ ഇതിനുള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ മൂക്ക് നീളം കൂടിയാലും പ്രശ്നമാണ്, കണ്ണിന് വലുപ്പം കൂടിയാൽ പ്രശ്നമാണ്, പല്ലിന് നീളം കൂടിയാൽ പ്രശ്നമാണ്, എല്ലാം പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും എനിക്ക് ചില പാട്ട് പാടുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ചില ഗാനങ്ങൾ, അതിലൊക്കെ കുറച്ച് ദുഃഖം കലർന്ന പാട്ടുകളായിരിക്കും എൻ്റെ പാട്ടുകൾ. എനിക്ക് എന്തോ ഒരു ഭയങ്കര അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു കുഞ്ഞുണ്ടാവുക, ആ കുഞ്ഞ് പെട്ടെന്ന് പുഴയിലായാലും വെള്ളത്തിൽ പോയി മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. ഈ അടുത്തൊരു ആൽബത്തിൽ ഞാൻ പാടിയിരുന്നു. ആ പാട്ട് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ടിൻ്റെ 2 വരി ഞാൻ പാടാം. എനിക്കും ഉണ്ടൊരു കുഞ്ഞുവാവ, ഭരതന് പേര് ലുട്ടാപ്പിന്ന് വിളിക്കും. എനിക്കും ഉണ്ടൊരു കുഞ്ഞുവാവ, എനിക്കും ഉണ്ടൊരു കുഞ്ഞുവാവ.